അദ്ദേഹം ഇന്നലെ അവിടെ പെരിങ്ങത്തൂര് കരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അംഗൻവാടി ഉദ്ഘാടനം ഏറ്റിരുന്നു. ആ പരിപാടിക്ക് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് തന്നെ നേരത്തെ കഴിഞ്ഞ കുറെ നാളായിട്ട് തന്നെ ഒരു മാലിന്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ, പ്രദേശവാസികൾ അവിടെ പ്രതിഷേധത്തിലാണ്. അവിടെ ഒരു തണൽ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും പുറന്തള്ളുന്ന മാലിന്യം അത് അവിടുത്തെ പ്രദേശത്തെ കുടിവെള്ളമൊക്കെ തന്നെ മലിനപ്പെടുത്തുന്നു. അപ്പോൾ അവർക്ക് ആ കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ട്. നമുക്കറിയാമല്ലോ, കുടിവെള്ളമൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മാലിന്യ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ട് അവർ കഴിഞ്ഞ കുറെ നാളായിട്ട് പ്രതിഷേധത്തിലാണ്. എന്നാൽ ഈ സ്ഥല എം എൽ എ കൂടിയായ KP മോഹൻ ഈ പ്രതിഷേധത്തെ എന്താ പറയുക കാര്യമായിട്ട് എടുത്തില്ല, വേണ്ട പരിഗണന കൊടുത്തില്ല. അവർ കുറെ നാളായിട്ട് പ്രതിഷേധം നടക്കുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഇന്നലെ അദ്ദേഹം ഈ അംഗൻവാടി ഉദ്ഘാടനത്തിനായിട്ട് അവിടെ എത്തുന്നത്. ആദ്യം അദ്ദേഹം തന്നെ ഇന്നലെ അതിനുശേഷം നടന്ന മാധ്യമങ്ങൾ കൊടുത്ത പ്രതികരണത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യം വന്നു, അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടി തിരിച്ചുപോയി. പിന്നീട് വീണ്ടും ആൾക്കാരെല്ലാം കൂടെ വിളിച്ചു. ഇപ്പൊ അംഗൻവാടി ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ച ആൾക്കാരെല്ലാം കൂടെ വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും വന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ പ്രതിഷേധക്കാർ പ്ലക്കാർഡ് ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. മുദ്രാവാക്യം ഒക്കെ അവർ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്കൂടെ അദ്ദേഹം ഇങ്ങനെ കൈ, നമുക്ക് വിഷ്വൽ കാണാം, കൈ ഉയർത്തി ഇങ്ങനെ അദ്ദേഹം അതിനിടയ്ക്കൂടെ അദ്ദേഹം വിചാരിച്ചു ഇങ്ങനെ നടന്ന ഒരു അവർക്കൊരു സപ്പോർട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് അങ്ങ് പോയി സംഭവം പോയി എന്താ പറയുക നൈസായിട്ട് പോയിട്ട് ഇങ്ങനെ വരാന്ന് പറയും. പക്ഷെ അങ്ങോട്ട് ആ ആൾക്കൂട്ടത്തിനിടയ്ക്കോട്ടാണ്, പ്രതിഷേധക്കാർക്കിടയിലോട്ടാണ് അദ്ദേഹം നടന്നു പോകാൻ തുടങ്ങിയത്. അങ്ങോട്ട് കയറിയപ്പോ തന്നെ ആൾക്കാർ അവിടെ ഈ മൂപ്പര് ഇപ്പോ ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഇവിടെ വരാതെ അംഗൻവാടി ഉദ്ഘാടനത്തിനായിട്ട് കയറി പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകുന്ന രോഷം പറയാമല്ലോ. അവരങ്ങോട്ട് പിടിച്ച് ഉന്തും തള്ളുകയൊക്കെ തന്നെ ചെയ്ത് ഇദ്ദേഹവും ഒന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ അദ്ദേഹത്തിന് നടത്തി. അദ്ദേഹം പഴയ കളിക്കാരനൊക്കെയാണ്, ശ്രമം നടത്തി. പക്ഷെ എന്താ പറയാ, ഇവര് ജനങ്ങൾ ഒരു 10-30 ആൾക്കാരോളം ഉണ്ടെന്ന് തോന്നുന്നു, ഒരു പ്രതിഷേധക്കാർ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും പിടിച്ചു വലിക്കുകയും ഒക്കെ തന്നെ ചെയ്ത് അദ്ദേഹം പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കുകയും അവരോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും ഒക്കെ പറയുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്.